ഹലോ അനീസ്ക. അതെ അനീസ്കാണ്. എന്താ മോനെ ആഷിക്ക? വിഷയമായിട്ട് ഷോപ്പിൽ തിരക്കാനുണ്ട്. ഷോപ്പില് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, നല്ല തിരക്ക് തന്നെയാണ്. എന്തേലും അനീസ്ക പൈസ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. എത്ര വേണം എനക്ക്? 10,000 റുപ്യ അത്രയ്ക്ക് അർജന്റായിട്ടാ. നമുക്ക് നോക്കട്ടെ. ഞാൻ എന്തായാലും നാളെ 1,000 അങ്ങോട്ട് പോവാ, കൈകാര്യം ചെയ്യാം. എന്തേ പറഞ്ഞു? നമ്മളോട് ഷോപ്പിലേക്കല്ലേ, മൂപ്പര് കുറച്ച് തിരക്കിലാപ്പോ പറഞ്ഞത് മനസ്സിലാവില്ല. നാളെ നേരി കണ്ടിട്ട് പറയാം. നമ്മൾ അങ്ങോട്ട് പോകാൻ സമാധാനായി. ഒക്കെ നാളെ അറിയാം. ഞാൻ അവിടെ നീ പോയിട്ട് വാ. എടാ ആശിയെ, ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നോ? ഓനൊക്കെ ഇപ്പൊ വലിയ തിരക്കിലല്ലേ? എന്ത് തിരക്ക് നീ? അല്ല വിഷയമായിട്ട് ഷോപ്പിൽ തിരക്കാനുണ്ട്. തിരക്കൊക്കെ ആവുന്നല്ലടാ ഉള്ളൂ. നീ എന്താടാ പോന്നെ? നീ എന്താടാ ഈ പ്രാവശ്യം വരാഞ്ഞത്? അങ്ങനെയൊന്നും ഇല്ലല്ലേ ആശിയെ? പിന്നെ അല്ല, നീ എന്തിനാ വന്നേ? ഒന്നുമില്ല. അനീസ്ക വന്നില്ല? അനിസ്ക വന്നില്ലടാ. എന്ത് മോനെ ഈ ഒരു മങ്കി ക്യാപ്പ് എടുക്ക്. ഫാദർ ആ മങ്കി കപ്പ് നിർത്തി. സംഭവം ആളവന്റെ തടിയും വേണ്ടെന്നില്ലെങ്കിലും മങ്കി കേപ്പ് നോക്കുമ്പോ ഓർമ്മ വരിക ആ മങ്കി തലന്റെ കാര്യം. പിന്നീട് അങ്ങോട്ട് മങ്കി കേപ്പ് 4 പറഞ്ഞാലും അവന്റെ കാര്യം ഓർമ്മ വരും. എന്തേ മോനെ? അല്ല നീ അനീസ്കൻ എപ്പോഴാ വരിക? അനിസ്ക ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നോക്കിയോ? അനക്കെന്താ പൈസ ആവശ്യം? പൈസ എത്ര ഈ പോയ 36 അനിസ്ക ഇവിടുന്ന് പറഞ്ഞ ശരിയാവില്ല. നമുക്ക് പുറത്തേക്ക് പോവാ. നല്ല അപ്പൊ നോക്കി ഞാൻ നോക്കി വരക്കാം. അതാണല്ല കാര്യം. ഓൻ്റെ അച്ഛൻ സീരിയസ് ആയിട്ട് പോയിട്ട് മറ്റന്നാൾ വാ. റഹീമിനോടൊന്ന് ചോദിക്കാണ്ട് ചോദിച്ചിട്ട് ഞാൻ ഈ കാര്യം ഇല്ല, ഞാൻ ആരോടും പറയുന്നില്ല. അല്ല നിങ്ങളെന്താ ഇവിടെ? ഞങ്ങൾക്ക് ആ ഷോപ്പ് പോയിട്ട് ആവശ്യമുണ്ടെങ്കിൽ. അല്ല അന്നത്തെ പൈസന്റെ കാര്യം എന്താ? പൈസ അതൊക്കെ ഒരു കഥയാ. അപ്പോ അതല്ല കാര്യം. അപ്പൊ പൈസ ആരാ കൊണ്ടുപോയെന്ന് ഒരു പിടുത്തൂല്ലേ? പൈസ ഏതോ പുന്നാരമോ കൊണ്ടുപോയി. അല്ല ഇനിയിപ്പോ എന്താ പരിപാടി? പൈസ കൊണ്ടുപോയി. ഇനി എന്തായാലും അടുത്ത പരിപാടിക്കുള്ള വഴി എന്താ നോക്ക്. പൈസ നിങ്ങൾക്ക് എന്തായാലും വേണ്ടേ? പൈസ ഷോപ്പിൽ ചോദിച്ചു. ആണോ? ഞങ്ങൾ ആ കാര്യം സംസാരിക്കാൻ എപ്പോ ഷോപ്പിൽ പോയി. പൈസയുടെ കാര്യം മൂപ്പര് നോക്കാന്ന് പറഞ്ഞു. പൈസ ഇപ്പം കിട്ടുന്ന പറഞ്ഞു. വിളിക്കാന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം കുഴപ്പമില്ല.
5000 പുടിഞ്ഞു വേണം. 5000 രൂപ ഉണ്ടാക്കണ്ടേ? ആടാ എന്നാ വെച്ചോ, ആയിക്കോട്ടെ. എടാ എന്താണ് വിളിച്ചേ? പൈസ എന്തായി? പൈസ ഇപ്പോൾ 5000 രൂപ ആയിട്ടുള്ളൂ. 5000 കൂടി വേണം. പൈസക്ക് ഇപ്പോൾ കുറച്ച് ടൈറ്റാന്നാ പറയുന്നത്. അതുകൊണ്ട് 5000 രൂപ തന്നിട്ടുള്ളൂ. 5000 തന്നിട്ടുള്ളല്ലേ? ബാക്കി പൈസ ഉണ്ടാക്കാൻ എന്താ വഴിയുണ്ടോ? വേറെ ഇപ്പം എന്ത് വഴി? വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? പൈസ ഞാൻ തന്നാ മതി. എടാ പൈസ ഒന്നും തന്നല്ലേ, ഇപ്പൊ ഉള്ള കാര്യം പറഞ്ഞാലോ? എന്ത് കാര്യം? പൈസ എന്തിനുള്ള കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അതല്ലടാ, നീ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവും. അതും ഇവിടെ കള്ളം പറഞ്ഞല്ലേ? ജി മാറി. എന്താടാ? സുമേഷടാ, ഒരു കാര്യം പറയണ്ട്. എന്ത് കാര്യം? ചാത്തുതറ ക്ലബിന്റെ പരിപാടിക്ക് ഞങ്ങളൊരു ഗാനമേള പ്ലാൻ ചെയ്തു. വേണ്ട കരയെ കിട്ടി കഴിഞ്ഞപ്പോഴേക്കും നേരം വൈകി. സമയത്താണെങ്കിൽ ബസ്സും കിട്ടില്ല. അങ്ങനെ വീട്ടിന്റെ ബൈക്കിൽ ഞങ്ങൾ പോയേ. നേരം വൈകിയതിനോട് കുറച്ച് സ്പീഡിലാണ് വന്നത്. സമയത്ത് ആശുപത്രി എത്തി കഴിഞ്ഞുണ്ട് ജീവൻ രക്ഷിക്കാന്. അവൻ്റെ ഒരു കാലിന് ചലശേഷി ഇനി ജന്മത്തിൽ തിരിച്ചു വിട്ടാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം തന്നെ ഞങ്ങളവിടെ ചെന്നതാ, പക്ഷെ ഓനെ കണ്ടില്ല. ചിലപ്പോ ആ വണ്ടിക്കാരവനെ കണ്ടിട്ടുണ്ടാവും. പറ്റിയ തെറ്റിൽ ഇപ്പോഴും മനസ്സിൽ കുറ്റബോധമുണ്ട്. അവൻ്റെ ചികിത്സയ്ക്ക് മറ്റുമായി ഒരുപാട് പണം അവർക്ക് ആവശ്യമായിട്ട് വന്നു. അതിന് അവർക്ക് ആ വീടും പറമ്പൊക്കെ വിൽക്കേണ്ടി വന്നു. ഇപ്പോൾ ഒരു അകന്ന ബന്ധുവിൻ്റെ വീട്ടിലവർ താമസിക്കുന്നു. ഇപ്പോൾ ഈ പൈസയും അവൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. അതിൻ്റെ അവിടെ ആ മങ്കിത്തരയാൻ വന്നൊക്കെ കൊണ്ടുപോകും. അപ്പൊ നിങ്ങള് മിഥുന്റെ അച്ഛന് പൈസ കൊടുക്കാണ്ട് എന്നൊക്കെ എന്തിനാ വെറുതെ പറഞ്ഞേ? ഇക്കാര്യം എനിക്ക് ഇവനും സന്നീചിനെ അല്ലാതെ ആർക്കും അറിയില്ല. അപകടം പറ്റി കിടന്നവനെ വഴി വെച്ച് കണ്ടപ്പോ ഞങ്ങൾ രക്ഷിച്ചെന്ന് അവൻ പറഞ്ഞേ. ഓനിക്കൊന്ന് കാണാൻ പറ്റുമോ? ആഷിക, ഓനിക്കൊന്ന് കാണാൻ പറ്റുമോ? വാ എന്നാ വാ. ഇതാണ് എന്റെ വീട്. എടാ സനീജെ, ആരാണ് കേറി? അമ്മ പണിയില്ല. സനീജില്ലേ അവിടെ? ഇതാരാണ്? ആഷിക്കോ? ഇരിക്കി മക്കളെ. എവിടെയാണ് മക്കളെ നിങ്ങള്? ഓന് നിങ്ങളെ കാണായിട്ട് നിക്കപ്പോതില്ലേനു. അല്ല, പൈസേന്റെ കാര്യമൊക്കെ റെഡിയായോ? അടുത്ത ആഴ്ചയാണ് ഓന്റെ ഓപ്പറേഷൻ. അല്ല, മങ്കിത്തലേനെ കണ്ടോ? ഇല്ലമ്മേ. ഇതാ പൈസ. അല്ല ഓനോടെ? ഓനവിടെ എന്താ പുസ്തകം വായിക്കുക. ആ അല്ല, ഇതാരാ പുതിയ ആള്? ആ ഇത് ഞങ്ങളുടെ ഫ്രണ്ടാ. മോനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. മോന് സനീജിനെ അറിയോ? ഇല്ലേച്ചി. ഞങ്ങളുടെ പഴയ വീടിന്റെ ഭാഗത്ത് വന്നിരുന്നോ? ചാലപ്പുറം. ഇല്ലേച്ചി. ആ, അതുണ്ടാവരമ്മേ. ഓനോട് പുതിയ ആളാ. അപ്പൊക്ക് തോന്നിയേക്ക്.
സുനിച്ച് പുസ്തകം വായിക്കുവാടാ കള്ള. സനിജ സുമേഷേ ഡാ ഞാനുണ്ട്. കൊഴപ്പില്ല. സനിജ ആക്കട്ടെ. ഓ ഇതാരെന്ന് മനസ്സിലാക്കി. ഓ എന്നെ ആദ്യമായിട്ട് കാണില്ലേ. ഇത് സുമേഷ്, നമ്മളെ പുതിയ ഫ്രണ്ടാ. അന്നെ കാണാൻ വേണ്ടി വന്ന. പൈസ എവിടുന്നാണ് ഒപ്പിച്ചത്? പൈസ ഒപ്പിച്ചടാ, അതിനൊന്നും സീനില്ല. അല്ല അനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഹലോ എടാ, ഞാൻ കൊടുത്താളോ അവന്? എടാ റേഞ്ച് ഇല്ല. എടാ ഞാൻ പോരാട്ടോ, പോരാ. എടാ ആരാടത്? അമിതാണോ? എടാ ഈ ആ ഫോണൊന്നും കൊണ്ട എനിക്കൊരു കാര്യം പറയാൻ പറ്റും. സനിജ ഞങ്ങള് പോട്ടെ. സുമേഷ വാ. അമ്മ ഞങ്ങള് പോട്ടാ. അവിടേക്ക് നല്ല മക്കളെ വെള്ളം കുടിച്ചിട്ട് പോവാ. അല്ല അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. എടാ 16 അതാരാ? ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴി കാണുന്നുള്ളൂ, മോഷണം. അന്ന് ഈ ക്ലബിൽ എത്ര രൂപ വെച്ച്? അതിപ്പോ അതൊരു 10,000 റുപ്യ എടുത്തുണ്ടാവും. ഇവനോടില്ല കാര്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് പോകാനില്ല. നമുക്ക് എല്ലാവരും പറയാം. അപ്പം പൈസ ഇപ്പം കിട്ടുന്ന പറഞ്ഞ. മൂപ്പര് വിളിക്കാന്ന് പറഞ്ഞിരിക്കുന്നു. ഇതാണ് എനിക്ക് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പറ്റിയ സമയം. പൈസ ഞാൻ തന്നാ മതി. അല്ല മങ്കിത്തരേനെ കണ്ടോ? ആഷിക ആഷിക പുറത്തു പോയതാ. ഞാൻ സുമേഷാണ്ടാ. ആ നീയാണ്? എന്താടാ എവിടെയാ? ആഷിക ആഷിക പീടിയ പോയതാ. ഇപ്പൊ വരും. പൈസ വേണ്ടേ? ആ പൈസ ആണോ? നിങ്ങളുടെ എത്തണ്ടേ? ഞാൻ ഇവിടെ ചേവായൂർ സ്കൂളിന് മേലുണ്ട്. ആ ഈ അവിടെ നിന്നോ. ആഷിക വന്നിട്ട് ഞങ്ങളോട് വരാം.
ആ! 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 ആരാ നിങ്ങൾ? എടാ പൈസ കൊണ്ടുപോലടാ, എടാ കൊണ്ടുപോവല്ലടാ, എടാ എടാ പൈസ കൊണ്ടുപോലടാ, എടാ കൊണ്ടുപോ.